കുൻവർ വിജയ് ഷാ മധ്യപ്രദേശിലെ ഹർഷുദ് മണ്ഡലത്തിൽ നിന്നുള്ള ബി.ജെ.പി. മന്ത്രി. പട്ടികവർഗ സംവരണ സീറ്റായ ഹർഷുദിൽ നിന്ന് 8ാം തവണയാണ് മധ്യപ്രദേശ് നിയമസഭയിലേക്ക് എത്തുന്നതെങ്കിലും പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായ വിജയ് ഷാ ഇതാദ്യമായല്ല വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. ഗോണ്ഡോയിലെ ഗോത്ര സമൂഹങ്ങളുടെ പിന്തുണയുള്ള നേതാവിൽ നിന്നും മധ്യപ്രദേശ് രാഷ്ട്രീയത്തിലെ എണ്ണം പറഞ്ഞ മന്ത്രിയിലേക്കുള്ള വിജയ് ഷായുടെ വളർച്ച പോലും ചില ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ ബാധിച്ചിട്ടുണ്ട്. 2013 ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭാര്യയെ പറ്റിയുള്ള പരാമർശത്തിന് അന്ന് വിജയ് ഷായ്ക്ക് രാജിവെക്കേണ്ടി വന്നത് മന്ത്രി പദവിയാണ്. എന്നാൽ ആദിവാസി മേഖലകളിലെ സ്വാധീനം വിജയ് ഷായെ വീണ്ടും മന്ത്രിപദത്തിലേക്ക് തിരിച്ചെത്തിച്ചു. ഷാ പടച്ചുവിടുന്ന വിവാദങ്ങൾ ബി.ജെ.പിയെ പലവട്ടം പ്രതിരോധത്തിലാക്കിയപ്പോഴും പാർട്ടിയിൽ വിജയ് ഷായ്ക്ക് തുണയായത് മധ്യപ്രദേശിലെ 21% വരുന്ന പട്ടികവർഗ വിഭാഗങ്ങളിലെ സ്വീകാര്യതയാണ്. സംസ്ഥാനത്തെ 230 നിയമസഭാ മണ്ഡലങ്ങളിൽ 47 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഏറിയ പങ്കും പട്ടികവർഗ സമൂഹത്തിന്റെ വോട്ടുകളാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ വിജയം പോലും ഈ മണ്ഡലങ്ങളിലെ വോട്ട് വർധനയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2018 ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ പറ്റിയുള്ള പരാമർശവും 2022 മുൻ പ്രധാനമന്ത്രിമാരെ പറ്റിയുള്ള പരാമർശവുമെല്ലാം പാർട്ടിക്കകത്തും പുറത്തും വിജയ് ഷായ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയ വാഗ്ധോരണികളായിരുന്നു. മോദിക്ക് മുൻപ് രാജ്യം ഭരിച്ചവരാരും ദരിദ്രർക്കൊപ്പം അല്ലായിരുന്നുവെന്നും മോദിയാണ് ദരിദ്രർക്കൊപ്പം നിന്ന പ്രധാനമന്ത്രി എന്നുമുള്ള ഷായുടെ പ്രസ്താവന അന്ന് പ്രതിപക്ഷത്തെ ഏറെ ചൊടിപ്പിച്ചിരുന്നു. 2022 രാഹുൽ ഗാന്ധിക്കെതിരെ ഷാ നടത്തിയ പ്രസ്താവനയും പ്രതിപക്ഷ പ്രത്യാരോപണങ്ങൾക്ക് വിധേയമായതാണ്. കല്യാണം കഴിക്കാത്ത രാഹുൽ ഗാന്ധിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന തരത്തിലൊരു പരോക്ഷ വിമർശനമാണ് അന്ന് വിജയ് ഷാ ഉന്നയിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലയളവിലും വിജയ് ഷാ ഉണ്ടാക്കിയ വിവാദങ്ങൾ തന്നെയായിരുന്നു മധ്യപ്രദേശിൽ ബി.ജെ.പിയെ വെട്ടിലാക്കിയിരുന്നത്. ദേശീയഗാനം ആലപിക്കാത്ത സ്കൂളുകൾക്കും മദ്രസകൾക്കും സർക്കാർ സഹായം നൽകുന്നത് നിർത്തലാക്കുമെന്നുള്ള വിജയ് ഷായുടെ മുന്നറിയിപ്പ് പ്രസ്താവന സംസ്ഥാനത്തെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുള്ള പ്രതിപക്ഷവാദം അന്ന് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ആയുധമായിരുന്നു.